തലപ്പാടിയിൽ വാഹനാപകടത്തിൽ 4 മരണം എന്ന വാർത്ത വരുന്നു. കർണാടക RTC ബസ് നിയന്ത്രണം വിട്ട് വാഹനം കാത്തുനിന്നവർക്കിടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അല്പസമയം മുൻപാണ് ഈ അപകടം ഉണ്ടായത്. നാടിനെ നടുക്കിക്കൊണ്ട് കാസർഗോഡ് തലപ്പാടിയിൽ അതിർത്തി പ്രദേശത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. കർണാടക RTCയുടെ ബസ്സാണ്. 4 പേർ മരിച്ചു. ബസിന്റെ ബ്രേക്ക് പോയതാണ് അപകട കാരണം എന്നുകൂടി ഇപ്പോൾ അറിയുന്നു. വിശദാംശങ്ങളുമായി ഇപ്പോൾ അരുൺ പാറക്കൽ ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. അരുൺ, ഇതെങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ അരുൺ? ഉന്മേഷ ഉച്ചയോടുകൂടിയാണ് ഈ അപകടമുണ്ടായത്. 1:30 അപകടമുണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന കർണാടക RTCയുടെ ബസ്സാണ്. ദേശീയപാത 66 അമിത വേഗതയായിരുന്നു ബസ്സിനുണ്ടായിരുന്നതെന്നും പറയുന്നുണ്ട്. ബസ്സിന്റെ ബ്രേക്ക് പോയതാണ് അപകട കാരണമെന്നാണ് ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ വാഹനം ബ്രേക്ക് പോയ ബസ് നേരെ ഈ ബസ് കാത്തുനിന്ന ആളുകൾക്കിടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അവിടെ ഒരു കർണാടക ഓട്ടോറിക്ഷയും ഉണ്ടായിരുന്നു. ആ ഓട്ടോറിക്ഷയിലേക്കും വാഹനം ഇടിച്ചു കയറി. അങ്ങനെയാണ് ഈ ആളുകൾ മരിച്ചത്, ആളുകൾക്ക് പരിക്കേറ്റത് എന്നും പറയുന്നുണ്ട്. 4 മരണം പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കാനുള്ള സാധ്യതയാണ് നിലവിൽ ആ പ്രദേശവാസികളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും വലിയൊരു അപകടമാണ്. ഇത് തലപ്പാടിയാണ്. തലപ്പാടി എന്ന് പറയുന്നത് കർണാടക കേരള അതിർത്തി പ്രദേശമാണ്. കാസർഗോഡ് കഴിഞ്ഞാൽ തലപ്പാടി ചെക്ക് പോസ്റ്റ് വരുന്ന ഭാഗത്താണ്. ഈ ഭാഗത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. NH-66 അമിത വേഗതയിലെത്തിയ ബസ് അത് ഇറക്കമാണ്. ആ ഇറക്കത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട് ഈ ആളുകൾക്കിടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് പറയുന്നത്. 4 മരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. മരിച്ചവർ മലയാളികളാണെന്നാണ് പറയുന്നത്. ഉന്മേഷ്, അരുൺ, ഇത് ഈ ദേശീയപാതയാണല്ലോ, ഇത് ഒരു സ്ഥിരം അപകട മേഖലയാണോ? ഈ ബ്രേക്ക് നഷ്ടമായതാണോ അപകട കാരണം? ഉന്മേഷ്, ഈ പ്രദേശത്ത് ആളുകളൊക്കെ നിരവധി വാഹനങ്ങൾ നിർത്തുന്ന സ്ഥലമാണ്. ഒരുപാട് വീതിയുള്ള സ്ഥലമാണ്. നിരവധി വാഹനങ്ങൾ നിർത്തുന്ന സ്ഥലമാണ് ഈ പ്രദേശം. അതുപോലെ തന്നെ ഈ ലോട്ടറി കടകൾ, അതായത് കേരളത്തിലെ ലോട്ടറി കടകൾ അതിർത്തി മേഖലയിൽ കൂടുതലായും കാണപ്പെടുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളും അതുപോലെ തന്നെ യാത്രക്കാരും ഒക്കെ അവിടെ ഇങ്ങനെ നിൽക്കാറുണ്ട്. മാത്രമല്ല ഈ കേരളത്തിൽ നിന്നുള്ള വാഹനം ഈ തലപ്പാടിയിൽ എത്തി അവിടെ ആളെ ഇറക്കി കർണാടകത്തിലേക്ക് കർണാടക ബസ്സുകളൊക്കെ ഈ അതിർത്തി പ്രദേശങ്ങളിൽ വന്ന് ആളെ എടുക്കുന്ന ഒരു സാഹചര്യം അതങ്ങനെ നിലനിന്നു പോകുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് ആളുകൾ ഒരുപാടുള്ള പ്രദേശമാണ്. ആ പ്രദേശത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇത് കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന കർണാടക RTCയുടെ ബസ്സാണ്. കർണാടക സർക്കാരിന്റെ ബസ്സാണ്. ആ ബസ്സിന്റെ നിയന്ത്രണം വിട്ടതാണെന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബസ്സിന് ബ്രേക്ക് പോയതാണെന്ന് നാട്ടുകാർ അവിടെ നിന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ പരിക്കേറ്റവരെല്ലാം തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മംഗലാപുരത്തെ ആശുപത്രികളിലേക്കും തലപ്പാടിയിൽ, അതായത് പ്രാദേശിക ആശുപത്രിയിലേക്കും ഒക്കെ മാറ്റിയിട്ടുണ്ട്. 4 പേർ മരിച്ചെന്ന കാര്യത്തിൽ പോലീസ് ഒരു സ്ഥിരീകരണം നൽകുന്നുണ്ട്. അതിൽ ഏതൊക്കെ ആളുകളാണ് എന്ന കാര്യം, അതായത് അവരുടെ പേര് വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല.